ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് BSc വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, VFA, ബെവ്കോ എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2025 കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മാർച്ച് മാസമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമുക്കറിയാം എന്നാണ് ലോക ജലദിനം. എന്നാണ് ലോക ജലദിനം? മാർച്ച് 22-നാണ് അല്ലെ? മാർച്ച് 22-നാണ് ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഈ മാർച്ച് 22-ന്റെ 2025-ലെ ജലദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഹിമാനികളുടെ സംരക്ഷണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹിമാനികളുടെ സംരക്ഷണം എന്നുള്ളതാണ്. ഹിമാനികളുടെ സംരക്ഷണം. അപ്പോൾ ഈ മാർച്ച് 21 എന്താണ്? മാർച്ച് 21 നിങ്ങൾക്കറിയാം, മാർച്ച് 21 ലോക വനദിനമാണ് അല്ലെ? മാർച്ച് 21 ലോക വനദിനവും മാർച്ച് 22 ലോക ജലദിനവുമാണ്. അതിന്റെ പ്രമേയമാണ് നമ്മൾ പറഞ്ഞത് ഹിമാനികളുടെ സംരക്ഷണം. അപ്പൊ മാർച്ച് 23 എന്തായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? മാർച്ച് 23 പറഞ്ഞേ. ലോക കാലാവസ്ഥാ ദിനമാണ് അല്ലെ? കാലാവസ്ഥാ ദിനമാണ്. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. ഓക്കെ, അതിന്റെ എന്താണ് തീം? എന്താണ് പ്രമേയം? എന്താണ് 2025 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം? ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നുള്ളതാണ്. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നുള്ളതാണ് കാലാവസ്ഥാ ദിനം, 2025 കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം. ഓക്കെ, പിന്നെ മാർച്ച് 24 എന്താണ്? മാർച്ച് 24 ലോക ക്ഷയദിനം അല്ലെ? ലോക ക്ഷയദിനം എന്നാണ്? മാർച്ച് 24-നാണ്. പ്രമേയം നോക്കിക്കേ. യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നുള്ളതാണ്. ഓക്കെ, മാർച്ച് 24-നാണ് ലോക ക്ഷയദിനം. 2025 ക്ഷയദിനത്തിന്റെ പ്രമേയം എന്താണ്? യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നുള്ളതാണ്. അപ്പൊ ഈ ഇത്രയും തീമുകൾ പഠിച്ചില്ലേ? 2025 ലോക ജലദിന പ്രമേയം എന്താണ്? ഹിമാനികളുടെ സംരക്ഷണം. അത് കഴിഞ്ഞ് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23-നാണ്. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നുള്ളതാണ്. ദെൻ മാർച്ച് 24 ലോക ക്ഷയദിനം. എന്താണ് തീം? എന്താണ്? വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ആഗോള സ്വാതന്ത്ര്യ സംഭാഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ആഗോള സ്വാതന്ത്ര്യ സംഭാഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 24-ആണെന്ന് ഓർക്കുക കേട്ടോ. 24-ആണ്. ആകെ 133 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. അതിൽ ഇന്ത്യക്ക് കിട്ടിയത് 24-ാമത്തെ സ്ഥാനമാണ്. ഓർക്കണേ. അപ്പൊ ആഗോള സ്വാതന്ത്ര്യ സംഭാഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 24-ആണ്. അടുത്ത ഒരു വ്യക്തിത്വമാണ്, നമ്മൾ ഓർത്തു വെക്കേണ്ട വ്യക്തിത്വമാണ്. നോക്കിക്കേ. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയാവുന്ന ആദ്യ വനിത. എന്താണ്? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയാവുന്ന ആദ്യ വനിത ആരാണ്? ക്രിസ്റ്റി കവൻട്രി ആണ്. സിംബാബ്വേക്കാരിയാണ് അവര്. ആരാണ്? സിംബാബ്വേക്കാരിയാണ്. അപ്പോ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയാവുന്ന ആദ്യ വനിത ആരാണ്? ക്രിസ്റ്റി കവൻട്രി ആണ്. ഓർത്തു വെക്കണേ, ക്രിസ്റ്റി കവൻട്രി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് നമുക്കറിയാം ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ്. 2028 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ്. അപ്പോ ഈ ഒളിമ്പിക്സില് പുതിയതായിട്ടൊരു മത്സര ഇനം കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അത് ഏത് മത്സര ഇനമാണെന്ന് ചോദിച്ചാൽ ബോക്സിംഗ് ആണ്. അപ്പൊ 2028 ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസിൽ നടത്തപ്പെടുന്നു. അതിൽ ഒരു മത്സര ഇനമായിട്ട് ചേർക്കുന്നത് അല്ലെങ്കിൽ മത്സര ഇനമായിട്ട് ഉൾപ്പെടുത്തിയത് ബോക്സിങ്ങിനെയാണ്. ഓക്കെ, ക്രിക്കറ്റും അതിന്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ക്രിക്കറ്റിനെയും കൂടെ ഒരു മത്സര ഇനമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അതും കൂടെ ഓർത്ത് വെച്ചേക്കാം. ദെൻ അടുത്ത് നോക്കിയ 2025 മാർച്ച് 28-ന് ഭൂകമ്പം രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടായ 2 രാജ്യങ്ങളുണ്ട്. ഏതൊക്കെയാണത്? തായ്ലൻഡും മ്യാൻമാറുമാണ്. തായ്ലൻഡിലും മ്യാൻമാറിലുമാണ് 2025 മാർച്ച് 28-ന് ഭൂകമ്പം രേഖപ്പെടുത്തിയ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. തായ്ലൻഡും മ്യാൻമാറും. അടുത്തത് ഒരു ഓപ്പറേഷൻ ആണ്. നോക്കിക്കേ. കേരളത്തിലെ ലഹരി വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ. കേരളത്തിലെ ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്തത് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 വിജയികളായ ടീം ഏതാണ്? നമ്മുടെ ഇന്ത്യ ആണ് കേട്ടോ. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 വിജയികളായത് ഇന്ത്യ ആണെന്ന് ഓർക്കുക. ഇന്ത്യ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു വേദിയാണ്. എന്തിന്റെ വേദിയാണ്? 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം. 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവ വേദി ഏതാണ്? തിരുവനന്തപുരമാണ്. ഏതാണ് വേദി? തിരുവനന്തപുരമാണ്. അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. ആ വേദിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ പരിപാടിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് എന്ത്? വർണ്ണപ്പകിട്ട്. അപ്പോ 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം തിരുവനന്തപുരത്ത് നടന്നു. അതിന്റെ പേരെന്താണ്? വർണ്ണപ്പകിട്ടാന്ന് കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇനി 1975 ഇന്ത്യ ഹോക്കി കിരീടം നേടി അല്ലെ. അപ്പൊ അതിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു പുസ്തകവും ഇറക്കിയായിരുന്നു. ആ പുസ്തകത്തിന്റെ പേരാണ് മാർച്ച് ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത്. അപ്പൊ മാർച്ച് ഓഫ് ഗ്ലോറി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹോക്കി നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീം എന്താണ് ലോകകപ്പ് അടിച്ചതിന്റെ കിരീടം നേടിയതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഇറക്കിയ പുസ്തകം ഏതാണ്? മാർച്ച് ഓഫ് ഗ്ലോറി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നാണ് ഹോക്കി കിരീടം നേടിയത് ഇന്ത്യ? 1975 അതിന്റെ 50ാം വാർഷികമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കടകളിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ എന്താണ്? കടകളിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം. എന്തിന്റെയാണ്? വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ഓയിൽ ആണ്. വെളിച്ചെണ്ണ, ഓയിൽ, അതുമായിട്ട് കണക്ട് ചെയ്യാം. ഓപ്പറേഷൻ ഓയിൽ എന്നാണ് അതിന്റെ പേര്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു വിയോഗമാണ്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗാനരചയിതാവ്, പ്രശസ്തനായ ഗാനരചയിതാവ് ആരാണ്? മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനരചയിതാവാണ്. പ്രശസ്തനായുള്ള ഗാനരചയിതാവ് അന്തരിച്ചു. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് ആരാണ്? മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയാണ് നാസ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം അല്ലെ. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പുതിയ സൗരദൗത്യമാണ് പഞ്ച്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പുതിയ സൗരദൗത്യത്തിന്റെ പേരാണ്, സൗരദൗത്യമാണ്, അതിന്റെ പേരാണ് പഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ലോക സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു എവിടെയാ? ഗുരുഗ്രാമിലാണ്. ഗുരുഗ്രാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാനയിലാണ്. ഗുരുഗ്രാം എവിടെയാണ്? ഹരിയാനയിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ഗുരുഗ്രാമിലാണ്. ഗുരുഗ്രാം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് ആയിട്ടുള്ള അനന്ത ഏതാണ്? അനന്ത പ്രവർത്തനം ആരംഭിച്ചു എവിടെയാണ്? ബംഗളൂരുവിലാണ്. ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് ആണ് അനന്ത എന്ന് പറയുന്നത്. ക്യാമ്പസിന്റെ പേരാണ് അനന്ത. അത് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ബംഗളൂരുവിലാണ് കേട്ടോ, ബംഗളൂരുവിലാണ്. ഓർത്ത് വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് മാർച്ച് 15 പ്രത്യേകത? മാർച്ച് 15 എന്താണ്? ലോക ഉപഭോക്തൃ ദിനമാണ്. ഓർത്തു വെക്കണം. ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്ന മാർച്ച് 15 പ്രമേയം പഠിക്കാം നമുക്ക്. 2025 ലോക ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ഓഫ് ലൈഫ് സ്റ്റൈൽസ്. എന്താണ്? എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ഓഫ് ലൈഫ് സ്റ്റൈൽസ് എന്നുള്ളതാണ് 2025 മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ പ്രമേയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇലോൺ മസ്കിന്റെ XAI പുറത്തിറക്കുന്ന പുതിയ ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ഇലോൺ മസ്കിന്റെ ഇമ്പോർട്ടന്റ് ആണ്, ഓൾറെഡി ചോദിച്ചതാണ്, ഇനിയും ചോദിക്കും കേട്ടോ. അപ്പൊ ഇലോൺ മസ്കിന്റെ XAI പുറത്തിറക്കുന്ന പുതിയ ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ഗ്രോക്ക് 3 എന്നാണ് കേട്ടോ, ഗ്രോക്ക് 3. അടുത്തത് ആന്തൂറിയം പൂക്കൾ. ആന്തൂറിയം പൂക്കൾ എല്ലാവർക്കും അറിയാലോ. ഈ ആന്തൂറിയം പൂക്കൾ ഔദ്യോഗികമായിട്ട് സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? സംസ്ഥാനം ഏതാണ്? ആന്തൂറിയം പൂക്കൾ ഔദ്യോഗികമായി എങ്ങോട്ടേക്കാണ്? സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്ത സംസ്ഥാനമാണ് മിസോറാം. ഏതാണ് സംസ്ഥാനം? മിസോറാം ആണ്, മിസോറാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കിട്ടിയോ നിങ്ങൾക്ക്? നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. അപ്പൊ മാർച്ച് 21 ലോക വനദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. 2025 മാർച്ച് 22 ലോക ജലദിനം മാർച്ച് 22 പ്രമേയം എന്തായിരുന്നു? 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം ഹിമാനികളുടെ സംരക്ഷണം എന്നുള്ളതായിരുന്നു. ദെൻ മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗർ എന്നുള്ളതായിരുന്നു പ്രമേയം. ദെൻ മാർച്ച് 24 ലോക ക്ഷയദിനമാണ്. എന്താണ് പ്രമേയം? വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ സൂചിക പഠിച്ചു അല്ലെ. ആഗോള സ്വാതന്ത്ര്യ സംഭാഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം പഠിച്ചു. എത്രയാണ്? 24. പിന്നെ എന്താ പഠിച്ചത് നമ്മള്? ക്രിസ്റ്റി കവൻട്രി. ആരാണ് ക്രിസ്റ്റി കവൻട്രി? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയാകുന്ന ആദ്യ വനിത അല്ലെ.
ആദ്യ വനിതയാണ് ആരെന്ന് പറയുന്നത് ക്രിസ്റ്റി കമൻട്രി, സിംബാബ്വേക്കാരിയാണെന്ന് ഓർക്കുക. 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്ന ലോസ് ഏഞ്ചൽസിലാണ്. അപ്പോൾ അവിടെ ഒരു പുതിയ മത്സര ഇനം കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് ഏത് മത്സര ഇനമാണെന്ന് ചോദിച്ചാൽ ബോക്സിംഗ് ആണെന്ന് ഓർക്കുക. ഓക്കെ. 2025 മാർച്ച് 28 ഭൂകമ്പം ഉണ്ടായ 2 രാജ്യങ്ങളാണ് തായ്ലൻഡും മ്യാൻമറും. ഓക്കെ. കേരളത്തിലെ ലഹരി വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഏതാണ്? ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 വിജയികളായ ടീം ഏതാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവ വേദി ഏതാണ്? തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം നടന്നത്. അതിന്റെ പേരെന്താണ്? അതിട്ടിരിക്കുന്ന പേരെന്താണ്? വർണ്ണപ്പകിട്ട്. 1975 ഇന്ത്യ ഹോക്കി കിരീടം നേടിയതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന പുസ്തകം ഏതാണ്? മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. മാർച്ച് ഓഫ് ഗ്ലോറി. എന്താണ്? മാർച്ച് ഓഫ് ഗ്ലോറി. കടകളിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഓയിലാണ്. അടുത്തത് ഒരു വിയോഗമാണ്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ചിട്ടുള്ള പ്രശസ്തനായ ഗാനരചയിതാവ് ആരാണ്? മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പുതിയ സൗര ദൗത്യം ഏതാണ്? പഞ്ച്. ഏതാണ് സൗരദൗത്യം? പഞ്ചാണ്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ ലോക സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുരുഗ്രാമിലാണ്. ഹരിയാനയിലാണ് ഗുരുഗ്രാം എന്ന് പറയുന്നത്. ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് ആണ് അനന്ത പ്രവർത്തനം ആരംഭിച്ചത് ബംഗളൂരുവിലാണെന്ന് ഓർക്കുക. ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15 അതിന്റെ പ്രമേയം എന്തായിരുന്നു? 2025 പ്രമേയം എന്തായിരുന്നു? എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ഓഫ് ലൈഫ് സ്റ്റൈൽ എന്നുള്ളതായിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇലോൺ മസ്കിന്റെ XAI പുതിയതായിട്ട് പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ഗ്രോക്ക് 3 ആണ് കേട്ടോ. ഗ്രോക്ക് 3. ആന്തോറിയം പൂക്കൾ ഔദ്യോഗികമായി സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആ സംസ്ഥാനം? മിസോറാം ആണ്. ഓക്കെ. അപ്പൊ എല്ലാ കറണ്ട് അഫയേഴ്സും കിട്ടിയല്ലോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പരീക്ഷകൾ അടുത്തു വരുന്നു. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.